ലെഗിൻസ് നമ്മുടെ സിൽക്ക് ബോട്ടത്തിന് തന്നെ കളേഴ്സ് ആട്ടോ. ഒത്തിരി പേര് ചോദിച്ചു ബ്ലാക്കും വൈറ്റും ഇല്ലേത്. സത്യത്തിൽ ബ്ലാക്കും വൈറ്റും എപ്പോഴും തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇതിനും വേറെ വ്യത്യാസമൊന്നും ഇല്ല. ഞാൻ പെട്ടെന്ന് കളേഴ്സ് കാണിച്ചു പോവേ, കാരണം ഇങ്ങനെ ഷെയ്ഡ്സ് ഇങ്ങനെ കുറേ വരുന്നതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു പോകാം. നിങ്ങൾ ഇനിയിപ്പം ബോട്ടത്തിൻ്റെ മൊത്തത്തിൽ ആ ഒരു സൈറ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് ബൈനോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് വാട്സപ്പിലോട്ട് അതിൻ്റെ അവൈലബിലിറ്റി കിട്ടിക്കോളും. അപ്പോൾ ഇതിന് നമ്പറും ഇതൊക്കെ ഞാൻ കൊടുത്തേക്കാവേ. റേറ്റ് എല്ലാത്തിനും സെയിം ആണ്, 490. ഓഫ് വൈറ്റ് ഷെയ്ഡ് ആട്ടോ. കുറച്ച് ക്രീം പോലത്തെ ഷെയ്ഡ്സ് ഒക്കെ നോക്കുന്നവർക്ക് നല്ല കളറാണ്. അപ്പോൾ ഇതിനെല്ലാം മെറ്റീരിയൽ അത്രയും നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ്. ഒട്ടും അങ്ങനെ എല്ലാത്തിനെയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മെറ്റീരിയലിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇതൊക്കെ നിങ്ങൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയും നല്ല ഫാബ്രിക്കാണ്. ഒരു ആവറേജ് മീഡിയം സൈസിലാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് അങ്ങനെ തിന്നായിട്ടും അല്ല, ഒരുപാട് അങ്ങനെ വീതിക്കുമല്ല, ഒരു നോർമൽ രീതിയിൽ തന്നെയാണ് ചെയ്തു പോയേക്കുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ നല്ല കേട്ടോ. സൈസസ് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. നോർമലി എടുക്കുന്നവർ ഇപ്പം മീഡിയം ലാർജൊക്കെ വേണ്ടവർ എക്സൽ ആ ഒരു സൈസ് തന്നെ ചൂസ് ചെയ്താൽ മതി. വലിയ വേരിയേഷൻ ഒന്നും വരത്തില്ല. അപ്പോൾ ഇത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം എല്ലാ സൈസുകാർക്കും പറ്റും. ഇത് കണ്ടില്ലേ, ഇവിടെ ഇത്രയും പോർഷനിലേ ഉള്ളൂ. ബാക്കി മൊത്തം നമുക്ക് ആ ഒരു എലാസ്റ്റിക് ഇതാണ് കൊടുത്തേക്കുന്നത്. നല്ല സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് റേറ്റ് സെയിം ആണ്. അടുത്ത നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ. ഈ ഷെയ്ഡൊക്കെ മെയിനായിട്ട് എല്ലാവർക്കും എപ്പോഴും വേണ്ട കളേഴ്സ് അല്ലേ. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കാണിച്ചതാണ്. അപ്പോൾ ഇതും നല്ല ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് എടുത്തു. സൈസസ് കൊടുത്തേക്കാം. സൈറ്റ് നോക്കിയിട്ട് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്താൽ മതിയേ. റേറ്റ് 490. ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഞാൻ വേറെയും കാണിച്ചിട്ട് കാണും. ഗ്രീന് തന്നെ കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. ചെറിയ ലൈറ്റ് ഡാർക്ക് അങ്ങനെ കളേഴ്സ് കോമ്പിനേഷനിൽ ഒരുപാടെണ്ണം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ട ഏതാണോ അത് നോക്കി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കളേഴ്സ് മൊത്തത്തിൽ കണ്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതും ബാക്കി വേറെ വ്യത്യാസമൊന്നുമില്ല. അടുത്ത കളറാണ്. പീച്ചും ഈ പറഞ്ഞ പോലെ ഞാൻ വേറെ ഷെയ്ഡ്സ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ കാണുമ്പോൾ കുറച്ച് ലൈറ്റാണ്. ഇതാ ഈ കളറല്ല, ഏകദേശം ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് കേട്ടോ. ഇതിനെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കർ ടോണാണ്. ചെറിയ ലൈറ്റോ ഡാർക്കോ ആണെങ്കിലും പ്രശ്നമില്ല. അങ്ങനത്തെ കോമ്പിനേഷൻ നോക്കി എടുക്കണം കേട്ടോ. കാരണം ഇത് ഈ ഓൺലൈനായിട്ട് മേടിക്കുമ്പോഴത്തേനും നിങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടില്ലേ മേടിക്കുന്നത്. ഫോണിൻ്റെ അകത്ത് ചിലതിൻ്റെ അകത്ത് ആ ഒരു കറക്റ്റ് കളർ കിട്ടത്തില്ല. ഏകദേശം ഈ കളർ കേട്ടോ. കുറച്ച് ഡാർക്കറായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ പീച്ചിൻ്റെ കോമ്പിനേഷൻ ചെയ്തിടാൻ വേണ്ടവർക്ക് ബോർഡറൊക്കെ ഉള്ളെങ്കിൽ അങ്ങനത്തെ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ വേണ്ടെങ്കിൽ പ്രശ്നമില്ല. സെയിം കളറിന് നോക്കിയെടുത്താലും കുറച്ച് ലൈറ്റോ ഡാർക്കോ ആണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ല കേട്ടോ. നമുക്ക് ബോട്ടം ഇടുമ്പോൾ എപ്പോഴും അങ്ങനെയായിട്ട് ഇടുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ടോപ്പിന് ഭംഗി കൂടുതൽ കിട്ടുക. അപ്പോൾ ഇതിനും റേറ്റ് 490 രൂപയുള്ളൂ. അടുത്ത് കാണാം. നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ കാണുന്ന അത്രയും ബ്രൈറ്റ് അല്ല, ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണേ. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ബ്രൈറ്റ് ആവുന്നുണ്ട്. ഭയങ്കര ഓവർ ബ്രൈറ്റ് അല്ല, നോർമൽ ചില്ലി റെഡ് കളറാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ചിലപ്പോൾ വെട്ടമടിക്കുമ്പോൾ കുറച്ച് കളർ കൂടുതൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കളറല്ല, നോർമൽ റെഡ്. അപ്പോൾ ഇതിനും സെയിം ഷെയ്ഡ് സെയിം റേറ്റ് തന്നെയാണ്. അടുത്ത ഷെയ്ഡ് കാണാം. ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്കാണ്. അടുപ്പിക്കുമ്പോൾ ഉള്ള ഏകദേശം ഷെയ്ഡാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഏകദേശം ഷെയ്ഡാണ് കറക്റ്റ് കളർ. പിന്നെ എന്നാലും നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് കാണുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് കാണും. നിങ്ങൾ ആ ഒരു സൈറ്റിൽ നോക്കിയിട്ട് ഏകദേശം എടുത്താൽ മതി. എന്നാലും ഫോട്ടോയിലും കുഞ്ഞ് വേരിയേഷൻസ് ഒക്കെ വരും കേട്ടോ. അത് കണക്കൂട്ടി എടുക്കാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം സെയിം റേറ്റ് ആണ്. അടുത്ത കളർ ഈ ഒരു ഷെയ്ഡൊക്കെ നമുക്കൊരു വൈൻ പോലത്തെ ഷെയ്ഡ്സിൻ്റെ കൂടെ എപ്പോഴും എല്ലാത്തിനെയും കൂടെ മാച്ച് ചെയ്യാൻ പറ്റുന്നൊരു കളറാണ്. അതിൻ്റെ കുറച്ച് ഇതിൽ കാണുന്ന കുറച്ചൊരു റൂബി റെഡ് പോലെയാണ് അല്ലേ. കുറച്ചൊരു ഡാർക്കർ ടോണാണ് കേട്ടോ. ഒരു ഡാർക്കർ നമ്മുടെ വൈൻ മിക്സർ ഒരു ഷെയ്ഡ്. ഇതല്ല, ഏകദേശം ഇപ്പം കാണുന്ന ഷെയ്ഡാണ് കേട്ടോ. കുറച്ചുകൂടെ ഡാർക്കാണേ. ചില സ്ഥലങ്ങളിൽ പിടിക്കുമ്പോഴേ ഉള്ളൂ കറക്റ്റ് കളർ കിട്ടുള്ളൂ. ചിലപ്പോൾ ഭയങ്കര ലൈറ്റായിട്ടും ചിലപ്പോൾ ഡാർക്കായിട്ടും ഒക്കെ കാണിക്കും. അത് ഈ വെട്ടം നമ്മുടെ ഒരു ക്യാമറ ആയിട്ട് വരുമ്പോഴത്തേനും ചെറിയ വേരിയേഷൻസ് എങ്ങനെയാണെങ്കിലും കാണിക്കും. അപ്പം സൈറ്റിൽ നോക്കിയിട്ട് ഏകദേശം കളർ വെച്ച് കൊടുത്തേക്കാം. ചില കളേഴ്സിന് എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ. അടുത്തതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തെ ലാസ്റ്റ് കളറായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇതാണ്. ഇതൊരു റയർ ഷെയ്ഡാണ്. നമുക്ക് ചോക്ലേറ്റ് ബ്രൗൺ, അതിൻ്റെ തന്നെ ഒരു ലൈറ്റർ ടോണാണ്. ഭയങ്കര റയർ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഈ ബോട്ടം കണ്ടിട്ട് നമുക്ക് ടോപ്പ് എടുക്കാൻ തോന്നും. അത്രയും നല്ലൊരു വെറൈറ്റി കളറാണ്. ബ്രൗണിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ചോക്ലേറ്റ് മിക്സർ ഒരു കളറാണ് കേട്ടോ. നോർമൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് അല്ല, ലൈറ്റ് ഒരു ചോക്ലേറ്റിൻ്റെ മിക്സർ ടൈപ്പ് ഒരു കളർ. എന്നാലും കറക്റ്റ് ആ ഒരു ഏകദേശം ഇങ്ങനെ നിങ്ങൾ കാണുന്ന ഒരു കളർ. ഇതിനേക്കാളും കുറച്ച് ഡാർക്കാണ്. നല്ല അടിപൊളി കളറാണ്. ഇത് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ബോട്ടം എടുത്തിട്ട് ടോപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്പേഴ്സ് കൊടുത്തേക്കാം. കറക്റ്റായിട്ട് നിങ്ങൾ സൈസ് നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ അങ്ങനെ അയക്കണം. അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ നിന്ന് നേരെ ബൈനോ കൊടുത്താലും മതി കേട്ടോ. സെയിം രീതിയിലുള്ള സ്റ്റിച്ചിങ് ആണ്. നല്ല ഫാബ്രിക്കാണ്. ഒത്തിരി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നൊരു മെറ്റീരിയലും കേട്ടോ. കാരണം ഒത്തിരി നാൾ നമ്മൾ ചെയ്യുന്ന ഐറ്റം എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബോട്ടം മെറ്റീരിയലായത്. അപ്പോൾ ഇതിന് റേറ്റ് 490 രൂപയുള്ളൂ. 49